വീണ്ടും ഒരു നിപ്പ കാലം വരികയാണ്. എന്തായാലും കെ ശൈലജ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യരംഗം ഇത് നേരിടാൻ വേണ്ടി സുസജ്ജം തന്നെയാണ്. അപ്പോഴും അവരൊക്കെ ആരോഗ്യമന്ത്രിമാരായിരുന്ന സമയത്ത്, വീണ ജോർജും കെ ശൈലജയും ആരോഗ്യമന്ത്രിമാരായിരുന്ന സമയത്ത് ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളാണ് ഈ നിപ്പയേക്കാൾ വേഗത്തിൽ പടർന്നു പിടിക്കുകയും ആശങ്കയുണ്ടാക്കുകയും ഈ പറയുന്നത് പോലെ ചിരിപ്പിക്കുകയൊക്കെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു തോന്നുന്നു? അല്ല, അതിൽ ഒരു കൗതുകമുണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. വിമർശിക്കാവുന്ന ചില തലങ്ങളും ഒക്കെ ഉണ്ട്, അത് വാസ്തവമാണ്. എങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിപ്പ എന്നുള്ളതാണ്. നിപ്പ മാത്രമല്ല, നമുക്ക് ഈ സമയത്ത് ഇവിടെ നിപ്പയുണ്ട്, ഷിഗല്ലയുണ്ട്, വെസ്റ്റ് നൈലുണ്ട്, H1N1 ഉണ്ട്, ഡെങ്കു ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതുമാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സാഹചര്യം പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ കുറേ കാലമായി വിലയിരുത്തുന്നുണ്ട്. ഇതേക്കുറിച്ച് വിദഗ്ധർ വളരെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ 2018 ഇവിടെ ആദ്യത്തെ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം 2019 വന്നു, 21 വന്നു, 23, 24, 25, 26. അതായത് നിപ എന്നത് കേരളത്തിൽ വളരെ സ്വാഭാവികമായി വരാവുന്ന ഒരു രോഗമാണ് എന്നുള്ള ഒരവസ്ഥ വന്നു, ഒരു ഗുരുതര സാഹചര്യമാണ് എന്നുള്ള അവസ്ഥ വന്നു. അതിൻ്റെ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് അറിയാം. അതിനനുസരിച്ചുള്ള മുൻകരുതൽ എടുത്തുണ്ട്. ഇപ്പോൾ 2018 19 സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. 2018 വരുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് തന്നെ ഇല്ലല്ലോ, ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ഒരു പുതിയ രോഗം ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അതിനെ 3 ആഴ്ച കൊണ്ട് നിയന്ത്രിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, ഇതിൻ്റെ ഒരു മരണനിരക്ക് എന്ന് പറയുന്നത് ഇത് ഈ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായ എല്ലായിടത്തും വളരെ ഗുരുതരമായ മനുഷ്യനാശം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് വ്യാപകമായി പടർന്നു പിടിച്ച് ആയിരക്കണക്കിന് പേർ മരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ആ രോഗബാധ ഏൽക്കുന്ന കുറച്ച് പേർക്കെങ്കിലും പരിമിതമായ കാലത്താണ് ഈ ഔട്ട് ബ്രേക്ക് നിലനിൽക്കുക. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. പക്ഷേ അവിടെ ഈ രോഗബാധ ഏൽക്കുന്ന ആളുകൾ, അതും ആളുകളുടെ എണ്ണം പരിമിതമാണ്. പക്ഷേ രോഗം ബാധിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ അതിൽ കേരളം വളരെ മുന്നോട്ട് പോയി ഈ കാലം കൊണ്ട് എന്നുള്ളതാണ് വളരെ പോസിറ്റീവായ സംഗതി. കാരണം ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ, നിപ ബാധിച്ചാൽ മരിക്കാതെ രക്ഷപ്പെടാവുന്ന മരണനിരക്ക് താരതമ്യേന മറ്റ് രാജ്യങ്ങളിലോ മറ്റ് പ്രദേശങ്ങളിലെയോ ഒരു മരണനിരക്ക് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമായ ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉള്ള പരിശോധനാ സൗകര്യമുള്ള ഒരു സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ഇതിൻ്റെ നമ്മുടെ ഒരു ലിറ്ററസി റേറ്റും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു ലഭ്യത, ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശുപത്രിയെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി, ഇതെല്ലാം പിന്നെ ഒരു ചെറിയ പനി വന്നാലും ആലോചിച്ചിരിക്കേണ്ടതില്ല എന്നുള്ള ആളുകളുടെ ഒരു ബോധം, ഇതെല്ലാം കൊണ്ട് ആളുകൾക്ക് കുറച്ച് കൂടുതൽ കരുതലാണ്. സാധാരണ പറയുന്നത് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടാൽ മതി, ഒരു പനി പിടിച്ചാലും എന്നുള്ള മട്ടിൽ പറയുമെങ്കിലും ആളുകൾ അതിന് കാത്തു നിൽക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു കരുതലുള്ളത് കൊണ്ടും നമുക്ക് ഇത്തരം ഒരു ഔട്ട് ബ്രേക്ക് അതെല്ലാവരും വളരെ വേഗം എപ്പോഴും പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം തുടങ്ങുമ്പോൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രോഗങ്ങളെയും അല്ലാതെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്.